പക്ഷെ ഇയാൾ ഇറങ്ങിയിട്ട് ആകെ കിളി പറയും ചെയ്യും. ഇപ്പം ലാസ്റ്റ് ഇപ്പം എനിക്ക് ഫാൻസ് ഇല്ലാതെ ഇപ്പം അവർക്ക് ഫാൻസ് ഫുള്ള്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എന്തായാലും അവർ പിന്നെ അവിടെ പോയതിന് ശേഷം ഒരു വേലക്കാരത്തിൻ്റെ ഒരു ചാൻസ് പോവാണ്. കാരണം അവർക്ക് രണ്ടാം സ്ഥാനമാണ്. മരുമോൾ എത്ര ഞാൻ മോള് പോലെ കണ്ടാലും അമ്മായിമാർക്ക് പറയൽ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ ശത്രു പെണ്ണുങ്ങളിലാണ്. കോഴിത്തരത്തിന്റെ ആണുങ്ങളോട് നാട്ടിൽ കാര്യമില്ല. അത് എങ്ങനെയാണ് ഉണ്ടാവും? വേറൊരു കോയിനോട് ചോദിച്ചാൽ അതിന് ആൻസർ കിട്ടും. അല്ല അപ്പൊ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ആരാ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത്? കണ്ടന്റ് മൊത്തം ചെയ്തതാണ്. പുള്ളിക്ക് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന അറിയണ്ടാവില്ലേ? സത്യം അതാണ് സംഭവം. ഇവളെ സ്വഭാവം ശരിക്കുള്ളത് ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് വേങ്ങരയിലാണ്. ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുടുംബ പ്രേക്ഷകരെ, കുട്ടികളെയും മുതിർന്നവരെയും പ്രായഭേദമന്യേ മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ ഒരുപോലെ ഫാമിലി കോമഡി കണ്ടന്റിലൂടെ ചിരിപ്പിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള വൈറൽ പാത്തുവിൻ്റെയും കുഞ്ഞോൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മുടെ പാത്തു എന്ന ഷെഫിനെയും നിഷാം എന്ന കുഞ്ഞോനും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കപ്പിൾസ്. കൂടുതലായിട്ടും ഇവർ എന്താ പറയുക, നമ്മൾ ഈ റീൽസിലെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന്. പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലല്ലോ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറയാൻ സന്തോഷം. പിന്നെ കാരണം അങ്ങനെയാണ് അറിയപ്പെട്ടത്. എൻ്റെ പെങ്ങളാണ്. പിന്നെ ഫാത്തു ഷുക്കൂർ ആ ക്യാരക്ടറാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയ ഒരു ടീമല്ല. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഞാൻ സാധാരണ വീഡിയോ ഒരുപാട് ചെയ്തിരുന്നു ഇതിന് മുമ്പ്. അപ്പോൾ ആ ഗ്യാപ്പിൽ എൻ്റെ സുഹൃത്തുക്കൾ ആ സമയത്ത് വിളിച്ച സമയത്ത് ആരും കിട്ടാതായി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് 14 ദിവസമായി വർക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറങ്ങാഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അവൾ പറഞ്ഞു ഞാൻ റെഡിയാണ്, നമുക്ക് ഇറക്കാം. അവൾ മുന്നേ കുറേ മുന്നേ കുറേ മുമ്പേ ഒന്ന് പറഞ്ഞിരുന്നേ. പക്ഷേ ഇയാൾ ഇറങ്ങിയിട്ട് ആകെ കിളി പറയും ചെയ്യും. ഇപ്പം ലാസ്റ്റ് ഇപ്പം എനിക്ക് ഫാൻസ് ഇല്ലാതെ ഇപ്പം അവർക്ക് ഫാൻസ് ഫുള്ള്. സത്യം. ഞാൻ ഇപ്പോൾ അവളെ വർക്കിൽ എല്ലാ വർക്കിലും അവൾക്കുള്ള കണ്ടന്റ് മാത്രമേ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ഇത് ഞാൻ നോക്കില്ല. കാരണം ഞാൻ വോയിസ് മാത്രം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇത് മെയിനാക്കി കൊടുക്കും. ബാക്കിയുള്ളത് പാത്തുവിന് തന്നെ ആൾക്കാരുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പാത്തുവിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളിത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം 8 വർഷത്തിന് മുകളിൽ. ടോട്ടലി പറയുകയാണെങ്കിൽ ഇതിന് ആഗ്രഹം ഒരു 12 വർഷം മുമ്പ് സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ ഇതിന് പിന്നാലെ ഇപ്പോൾ ഞങ്ങൾ ഏത് ആഗ്രഹത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റും. അത് തെളിവാണ്. കാരണം ചെറിയ ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്നായാലും പല സപ്പോർട്ട് നമുക്ക് വളരെ കുറവാണ്. ഈ ഫീൽഡാകുമ്പോൾ എല്ലാവർക്കും അറിയാം സപ്പോർട്ട് വളരെ കുറവാണ്. ഞാൻ ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട്. ഫ്രണ്ട്സുകളിൽ നിന്ന് കുറഞ്ഞ ആളുകൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫുൾ കളിയാക്കലും മറക്കുകയാണ്. പക്ഷെ അത് മെയിൻ ചെയ്യില്ല. പക്ഷേ ഫാമിലി പരമായിട്ട് തന്നെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളായി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നിന്നിങ്ങനെ പോകുന്നുള്ളൂ. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പാത്തു ആണ് എല്ലായിടത്തും ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോൾ നിഷാമ് സത്യം പറഞ്ഞ ഒരു സൈഡ് ക്യാരക്ടറായിട്ട് ഒതുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊന്ന് പറയും? എങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും? ഫസ്റ്റ് വീഡിയോൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ ചെയ്തു. ഇനിയോട് പറ്റുമോ, ഓക്കെ എന്ന് പറഞ്ഞും ചെയ്ത്. ഇത്ര പബ്ലിക് ആകുമ്പോൾ ഇനിയിപ്പോൾ ഫാമിലി എന്തെങ്കിലും ഇഷ്യോ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യലില്ല. ഇപ്പോൾ ഈ നമ്മളെ വീഡിയോസിൽ കാണുമ്പം ഈ ഒരു പാത്തു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക പൊട്ടിത്തെറിച്ച് ഭയങ്കര ഈ നാട്ടിൽ കൂടെ പോകുമ്പോൾ ഈ കമന്റ് പറയുന്ന ചില ആൾക്കാർക്കൊക്കെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു പാത്രമാണല്ലോ. അപ്പം ആകെ പാത്തു തന്നെയാണോ റിയൽ ലൈഫിലും? അങ്ങനൊന്നുമില്ല. എന്നാലും വീട്ടിൽ നല്ല സ്ട്രോങ് തന്നെ സംസാരിക്കും. ഇപ്പൊ നമ്മളെ ബാക്കിയുള്ളവരുടെ നമ്മൾ കൂടുതൽ സംസാരിക്കും. മറ്റു പുറമൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കലില്ല. മറുപടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആർക്കും എന്തോ ഒരാളിങ്ങനെ വന്ന് ചോദിക്കുമ്പോ അയാളൊരു വീഡിയോ ഞാനും നാസർ ഇസ്മായിൽ പിന്നെ അങ്ങനെ നിബ്രാസ് ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട്. സെക്യൂറൊക്കെ അങ്ങനെ ഒരു ഗ്യാങ് സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. ആ ആളുകളിൽ നിന്ന് മാറിയിട്ട് പാത്തുവിനിലേക്ക് പറ്റിയിരിക്കുകയാണ്. ആ ആളുകൾ മൊത്തത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അവരൊക്കെ പറയുന്നതാ പാത്തുവിനെ കൂടെ നമുക്ക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫൈസൽ, എൻ്റെ മുത്താപ്പാൻ്റെ ഒരു മോനാണ്. ഞാനും ഫൈസൽ എന്ന ഒരു വ്യക്തിയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ അവനെ ജോലിക്കാരെ ചെയ്യാൻ ബിസിയായി. അങ്ങനെ പിന്നെ ഇതിക്ക് വന്ന ആൾക്കാരാണ് ഈ ആളുകളൊക്കെ. അങ്ങനെ പുതിയ പുതിയ ആളുകൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏറ്റവും ഹിറ്റായപ്പോൾ ഞാൻ പറയില്ല, എനിക്ക് ശരിക്കും എന്നെ ആളുകൾ കൂടുതൽ മനസ്സിലാക്കിയത് പാത്തു ക്യാരക്ടർ കൂടുതലാണ് മനസ്സിലാക്കിയത്. ആ ഒരു ഇത് എന്തായിരുന്നു ആ റീലിൽ എന്തോ ചോദിക്കണ്ടല്ലോ. അപ്പോൾ എന്തോ കറക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫിക്കേഷൻ. ആ കറക്റ്റ് മറുപടി കൊടുത്ത ആ റീൽ എനിക്ക് ചല്ലടിച്ച് പറയുന്നുണ്ട്. തടിന്റെ ആളാ അത് ഞാൻ കൊറേ സത്യത്തിൽ ഇതാ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബോഡി ഷൈമിങ്, വിമാനം മുണിങ്ങി ഇന്നെ വിളിക്കണത് തന്നെ ഉണ്ടാ ഡുണ്ടുമല്ലി. അപ്പൊ വിമാനം മുണിങ്ങിന്ന് കേട്ടുകാണ് ഞാൻ ക്ലാസ് കേറുന്നത് തന്നെ. പക്ഷെ ഇതിപ്പോ ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക്
സത്യത്തിൽ ആക്ച്വലി ആള് ക്യാമറയിൽ ഫ്രെയിമിൽ എങ്ങനെ എനിക്കറിയില്ല, പക്ഷെ നേരിട്ടാണ് ഭയങ്കര സുന്ദരമായിട്ട്. സത്യം ഞാൻ തമാശ പറഞ്ഞല്ലേ, കാര്യമായിട്ട് രാത്രി നീ ഉറങ്ങാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ, തമാശ പറഞ്ഞല്ല. ബാക്കി പറഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ കേക്കലുണ്ട്. പിന്നെ കിട്ടിയ ചാൻസ് ഇനി മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം, അപ്പൊ അതിനൊരു നമ്മൾ ലൈഫിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങള് ഈ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞു. അത് കാണുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ കണ്ടപ്പം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ കണ്ടാൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇവരൊന്ന് മീറ്റ് ചെയ്താലോ എന്നൊക്കെ. അതിലിങ്ങനെ കറക്റ്റ് മറുപടി കൊടുക്കണ്ട, എന്താ ചെള്ളടിച്ച് ഒന്നാമത് വെച്ചാൽ സ്ക്രിപ്റ്റാണ് ചെയ്യുന്നത്. ഒന്നാമത് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകളെ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലെൻ്റെ ഫാമിലി ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ളത്. അപ്പോൾ എല്ലാവരും അനുഭവം പറയും, കല്യാണം കഴിക്കണ്ടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതാണെങ്കിലും പെണ്ണാൻ പറയുന്ന സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ശേഷം, മുമ്പ് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും, ശേഷം പറയുന്ന സംഭവമാണത്. അപ്പോൾ കഴിഞ്ഞ ശേഷം പെൺകുട്ടികൾ അധികം പറയുന്ന സംഭവമാണ്. കാരണം ഒരു വേലക്കാരത്തി എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എന്തായാലും അവർ പിന്നെ അവിടെ പോയതിനു ശേഷം ഒരു വേലക്കാരത്തിൻ്റെ ഒരു ചാൻസ് പോവാണ്. കാരണം അവർക്ക് രണ്ടാം സ്ഥാനമാണ്. മരുമോൾ എത്ര ഞാൻ മോള് പോലെ കണ്ടാലും അമ്മായിമാർക്ക് പറയൽ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ ശത്രു പെണ്ണുങ്ങളിലാണ് കൂടുതൽ വരുന്നത്. ആണുങ്ങൾ അത്ര ഇടപെടില്ല. അപ്പോൾ കാരണം അമ്മായിമ്മ പോര്, നാത്തുമ്മ പോര്, അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഞാൻ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്ക് നാല് പെങ്ങന്മാരുണ്ട്. 4 പെങ്ങന്മാർ, അതേപോലെ എളാപ്പാര മക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ അഭിനയിക്കുന്നതൊക്കെ അനിയത്തികളാണ്. ഇപ്പോൾ കൂടെയുള്ളതൊക്കെ എളാപ്പാൻ്റെ മക്കളുണ്ട്, പിന്നെ അനിയത്തികളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ ഞാൻ ഈ സ്റ്റോറി ചെയ്താൽ ഇവരൊക്കെ കണ്ടുകാണ് എഴുതുന്നതാണ്. കാരണം ഓരോ ദിവസവും അടിച്ചു വരാൻ സമയത്തുള്ള മടി, പിന്നെ തുടക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നതാണ്. ഇതിൽ ഇപ്പോൾ ഇതിൽ അഭിനയിച്ച ശേഷം തന്നെ ഞാൻ നോക്കില്ലട്ടാ കിട്ടുന്നേക്കുന്നത്. ശരിക്കും വൈഫായാലും പറയുന്ന സംഭവമാണത്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതിയെടുത്താണ് കറക്റ്റാക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ ഓരോ ഞാൻ പുതിയ കണ്ടൻറ്റൊക്കെ നമ്മൾ ആളുകളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ അത് സ്വീകരിക്കണം. അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല. പിന്നെ ആ പാത്തിൻ്റെ സൗണ്ടിലാണ് എല്ലാവരും അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് അയാളെ കഴിവ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആരിപ്പം നാത്തൂനോടായാലും അമ്മായിമാനോടായാലും പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആരും നേരിട്ട് പറയില്ല. അപ്പോൾ ഈ പോസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ആക്കി ലിങ്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ പാത്തുവിന്റെ ചില വീഡിയോസിലൊക്കെ ലൈക്കും കമന്റും ചെയ്യുന്ന ആൾക്കാരൊരു വിധം അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കമന്റിൽ മൊത്തം അങ്ങനെ പറയുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച വിഷയം നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇന്നത്തെ ലൈഫ് ഞാൻ സ്റ്റോറി പറഞ്ഞാൽ അങ്ങ് ചെയ്യൂ. കാരണം അവർക്ക് പറയാനുള്ളത്, കാരണം നാവ് പുറത്തേക്ക് എടുക്കാൻ പാടില്ല, പെണ്ണിനെ പിടിച്ച് അവത്തി ഒതുക്കി നിൽക്കുക. അത് ഇതിൽ കാണിക്കുന്നില്ല. അതിൽ പെണ്ണിന് പറയാനുള്ളത്, അത് പെണ്ണിനുള്ള സ്വാതന്ത്ര്യം അവിടെ കാണിക്കുക ആൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ശരിക്കും വിമർശനമാണ്, ആക്ഷേപഹാസ്യം എന്നറിയില്ല, ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും ഇനിയിപ്പോൾ ഞാൻ എത്രത്തോളം മുമ്പോട്ട് പോകുന്നറിയില്ല. കാരണം എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഫേസ്ബുക്ക് ഇടുമ്പോൾ പ്രത്യേകിച്ച് തന്ത വൈബ് ടീമാണല്ലോ. കാരണം സത്യം അതിൽ കമൻറ്റ് തിരിച്ച് മറുപടി പെണ്ണുങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഫാമിലിപരമായിട്ട് ഉമ്മാനൊക്കെ. പക്ഷേ അത് ഇതിൻ്റെ സാധാരണ കാര്യം, അത് വിഷയമല്ല. പക്ഷേ ഇവൾ പുതിയ ഈ ഫീൽഡിലാവുമ്പോൾ ഇവർക്ക് പെങ്ങന്മാരും ആവന്മാരൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ടാവും. അപ്പോൾ അതിൻ്റെ മറുപടി പെണ്ണുങ്ങൾ അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. നമുക്ക് അതിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ എന്താ നമ്മളെ ഈ MIT മൂസയിലെ പാത്തില്ലേ, ആ പാത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാത്താണ് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്നത്. അപ്പം എന്താ അതിനൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് അതുപോലൊക്കെ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരുന്നു? ആ ഒരു മാനറിസം കീപ്പ് ചെയ്യാനോ ആ പാത്തിന്? ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ എത്തി. കാരണം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമുക്കിപ്പം നമ്മളെ ഫ്രണ്ട്സ് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം. എന്നോട് ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ്സ് കിട്ടുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യണത്? ഡീൽ ചെയ്യാനല്ല, ഫസ്റ്റ് വിഷമം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഹസ്ബൻഡിൻ്റെ പറഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കണ്ട, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇനി ആക്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നീ അത് നോക്കാൻ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ആരും നെഗറ്റീവ് അടിക്കൂല, വളരെ കുറഞ്ഞ ആളുകളുണ്ട്. അത് പിന്നെ അത്രത്തോളം മോശമുള്ളതിന് മോശമുള്ളത് മാത്രം. അതെ, തന്ത വൈബറില്ലേ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഒക്കെ അല്ല, വൈബ് തള്ള അല്ല, ആ ലെവലിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ആളുകൾ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. തുടക്കത്തിൽ ഈ ഒരു അടിച്ചമർത്തലുകൾ സ്വാഭാവികം അതുണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പോഴത്തെ അറിയാലോ, ഒരുപാട് മതപരമായിട്ടുള്ള ഒക്കെ പറഞ്ഞു കാണുന്നത് ഒരുപാട് വെച്ചിട്ടുള്ളത്. നമ്മളൊരു മതത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾക്കൊന്നും അറിവില്ല. ഞങ്ങളുടേതായിട്ടുള്ള സംഭവങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞത് അത് എത്രത്തോളം നമുക്ക് വീഡിയോ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ ചെയ്യുക. അത് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ഒരുപാട് പേര് കൊളാബ് ചെയ്യാനും ഒരുപാട് എന്താ പറയുക പോസ്റ്റ് ചെയ്യാനും ഒരുപാട് പേര് ഇതാകുന്നത്. അതിനോട് പേഴ്സണലായിട്ട് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ 2 വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അഹങ്കാരം, നമ്മൾ വീഡിയോ എന്തോ കൊളാബ് ചെയ്ത് എന്തോ കുഴപ്പം. പക്ഷെ ഒന്നാമത് പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നതാണ്, നമ്മൾ പരിസ്ഥിതി കഴിഞ്ഞാൽ അടിച്ചിട്ട് ഒഴിവാക്കി പോകും. കാരണം ആളുകൾക്ക് ഉപകാരമാണ്. എന്തിനാണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അത് നമ്മൾ
കൊളാബ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ വേറൊരു ചാനൽ വേറൊരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, അതുമായി മാത്രം ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം കൊളാബ് ചെയ്യുമ്പോഴല്ല അതും ഒരു കണ്ടന്റിലൂടെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ഉദ്ദേശിപ്പോൾ ഞങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ ചെയ്ത് ഒരുപാട് എന്താ പറയുക, ഇപ്പം ഇനി നാളെ മറ്റേ ഫുള്ള് വർക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പരസ്യങ്ങളായിട്ട്. ഇപ്പോൾ ഒരുപാട് ഏകദേശം ഒരു 6 എന്താ പറയുക പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം ഇതേ പറയില്ല, പ്രേക്ഷകർക്ക് ബോറടിക്കാൻ എടുക്കാൻ പാടില്ല. ചെയ്യുന്ന വീഡിയോ നല്ല കണ്ടന്റാക്കി ചെയ്യുക, അത് ഇനി കുറഞ്ഞ സമയമായാലും അതോട് കൂടി നിർത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില വീഡിയോസിലെ ഇതുപോലെ നിഷാം ഈ അപ്പുറത്തെ വീട്ടിലെത്താത്താനൊക്കെ നോക്കുന്ന ചില സാധനങ്ങൾ, എങ്ങനെ നിഷാം ആക്ച്വലി അങ്ങനത്തെ ഒരാളാണ്? അല്ല അങ്ങനത്തെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് തെറ്റിപ്പോകുന്ന അല്ല അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഓൻ്റെതായിട്ടുള്ളതിൽ ഓൻ പോകും. കല്യാണം കഴിക്കണ മുമ്പ് എങ്ങനെയായിരുന്നു? കല്യാണം കഴിക്കണ മുന്നായിട്ട് ഒന്നാമത് ഞങ്ങൾക്ക് അറിയില്ല. ഓൻ ഇവിടെ നാട്ടിലേന്, ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്തായിരുന്നു. അന്നും അങ്ങനത്തെ അടുത്തൊന്നും കേട്ടിട്ടില്ല. ആണുങ്ങൾ ഇപ്പൊ പെങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയില്ല, ആണുങ്ങൾ പെങ്ങൾക്ക് അറിയില്ലല്ലോ, അതാണ് സംഭവം. ആ വീഡിയോസിൽ കാണുമ്പോ കറക്റ്റ് അതേ ഒരു ക്യാരക്ടറുള്ള ആളെ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിവായിരിക്കില്ല ചിലപ്പോ. അത് കാണിക്കാൻ കഴിവല്ല, അത് കോഴിത്തരത്തിന് ആണുങ്ങളോട് നാട്ടിൽ കാര്യമില്ല. അത് എങ്ങനെയാണ് ഉണ്ടാവും? അതിന് വേറൊരു കോയിനോട് ചോദിച്ചാൽ അതിന് ആൻസർ കിട്ടും. അല്ല, അപ്പൊ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ആരാ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത്? കണ്ടന്റ് മൊത്തം ചെയ്യുന്നതാണ്. ഇതിപ്പോ ശരിക്ക് ആളുകൾ ഇനി നമുക്ക് വേണതില്ലേ. ഇപ്പൊ ഇതില് ഇപ്പൊ ആ സിനിമയിലുള്ള ചേച്ചി ഉണ്ടല്ലോ, എന്താ ചേച്ചിന്റെ പേര്? മനസ്സിലായി. ആ പുലിവാൽ കല്യാണത്തിലൊക്കെ ഞങ്ങളെ ക്യാമറമാൻ പേര് പറഞ്ഞോടാ. ഞാൻ എന്നിട്ട് വിളിച്ച് അന്വേഷിച്ചു. അവര് ടൈം പറയാം. അവര് അമ്മായി മറ്റേ ഒരു മാസ് എൻട്രി എന്ത് പേര് കിട്ടണില്ലല്ലോ. പുലിവാൽ കല്യാണത്തിലുള്ള ശാരദ മനസ്സിലായില്ലേ? അത് അപ്പാന്നറത്തിന് മനസ്സിലായി. അപ്പൊ ആൾക്ക് ഞാൻ വിളിച്ച് അതിന്റെ ആളുകൾക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആള് വന്ന ശേഷം ഒരു മാസം എൻട്രി, അമ്മായിമാരുടെ ഒരു മാസം എൻട്രി ഉണ്ടായിരിക്കും. അത് അവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ ബിസി ആയതുകൊണ്ട് ടൈം നമുക്ക് തന്നിട്ടില്ല. അവരെ ഒരു ഡേറ്റ് പിന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ഏകദേശം 12 വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എന്താ പറയാ, ഏകദേശം ഇപ്പൊ സെറ്റായത് ഈ പാത്തുവിനെ കൊണ്ട് മാത്രമാണ്. സത്യമാണ്. ഞാനിപ്പോ പല വഴികൾ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഇത് സിനിമ എൻ്റെ ലക്ഷ്യം, അല്ലാതെ ഇതിലൂടെ കാശ് ഉണ്ടാക്കണം ഒരിക്കലും എനിക്ക് ലക്ഷ്യം. കാരണം ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നും പിന്നാലെ പോകുന്നില്ല. എൻ്റെ ലക്ഷ്യം, അവൾക്ക് ആ ലക്ഷ്യമില്ല. ഇവളുടെ കൂടെ സപ്പോർട്ട്, അത്രയും സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആളുകൾക്ക് വേണ്ടത് അവളാണ്. പക്ഷെ അവള് എനിക്ക് ശരിക്കും ഒരു താങ്ങാണ്. എനിക്ക് സത്യം പറഞ്ഞ പാത്തുവിനെ നിഷാം യൂസ് ചെയ്യണം, അങ്ങനെ പറയാട്ടാ ശരിക്കും. കാരണം അവളെ കൊണ്ട് ഇപ്പോൾ 4 പേര് അറിയപ്പെടുന്നത്. അത് ഞാൻ എവിടെയും പറയാം. കാരണം അതൊരു മോശമല്ല. കാരണം എൻ്റെ പെങ്ങളാണ്. അതിന് ഒരുപാട് പേരുണ്ട് ഈ മാറി നിൽക്കുക, എന്തിനും ഞാൻ എന്നെ ആവശ്യം നിൽക്കണം. ഓക്കെ, സത്യം മാറി കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്താ പറയുക, നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ അതിനൊരു ഭംഗിയുള്ളൂ. ഒരാൾ മാത്രമേ. അപ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതും ഈ സെപ്പറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. അയാളെവിടെ ഇയാളെവിടെ. ഇപ്പം എന്നോടും ചോദിക്കുക അവളോട് പാത്തിനെ കൂടെ ഒരുമിച്ച് നടന്നാൽ പോരെ, രണ്ടാളും ഒരുമിച്ച് പോയാൽ പോരെ, എന്ത് ഒറ്റക്ക് പോകുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാനടക്കം വിചാരിച്ചിരുന്നത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം എന്താ പറയാ, ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ആരെങ്കിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഹസ്ബൻഡ് അങ്ങനെ വിചാരിച്ചത്? ഞാൻ പറഞ്ഞ നേരത്തെ സഭാ സ്കോർ ആയാലും എവിടെ പുറത്ത് പോയാലും എവിടെ പോയാലും ചോദിക്കുന്നത് ഭാര്യ എവിടെ, ഭാര്യ ആര്, പാത്തു ഇവിടെ. പാത്തുവിൻ്റെ ഭാര്യയല്ല, പാത്തുവിൻ്റെ സിസ്റ്ററാണ്. അവളെ വീട്ടിലാണ്. അവൾ ഇന്ന സമയത്ത് മാത്രമേ ഷൂട്ടിങ് വരുള്ളൂ പറഞ്ഞു. അവളോട് അതേപോലെ തിരിച്ചു പോയിക്കുന്നുണ്ട്. ഞാനിവിടെ കാരണം ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവൾ ഇപ്പോൾ ഫെയിം ആയതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ബൈക്കും കാറൊക്കെ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് അവിടെ തന്നെ പാത്ത് വേറെ ലെവലാണല്ലോ, പിന്നെ അങ്ങനെ ചോദിച്ചു. പേര് ആർക്കും അറിയില്ല. പിന്നെ ഇതേപോലെ ഇവിടെ കളി കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തല്ലേ കളി കാണാൻ പോകുമ്പോൾ ശുക്രേ അത് വിളിക്കല്ലേ എല്ലാവരും ശുക്ർ. എൻ്റെ പേര് അപ്പം നമ്മൾ ശ്രദ്ധിക്കും, ശുക്രോ ഇത് ആര്? അപ്പം ഓക്കെ ഞാൻ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ സിനിമാ ഫീൽഡിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ഒരാളാന്ന് പറഞ്ഞല്ലോ. അപ്പം മുമ്പ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ സിനിമയിൽ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏത് സംഭവത്തിന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അതിന് വേണ്ടി പ്രയത്നിച്ചാൽ എങ്ങനെ എത്തുന്ന ഉറപ്പാണ്. കാരണം അതിൻ്റെ ഒരു ഉത്തരം തന്നെ ഞാൻ ഒരുപാട് പേരിനെ കളിയാക്കി ആണല്ലേ. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കുറഞ്ഞ പേര് മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ സപ്പോർട്ടുണ്ട് എൻ്റെ ഫാമിലിയാണ്. ആരും എതിർത്തിട്ടില്ല. തൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് ചെയ്യ്, പക്ഷേ നല്ലതാവണം എന്ന് പറഞ്ഞാണ്.
അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വർക്കുകൾക്ക് വിളിച്ച് നല്ല ചാൻസുകൾ കിട്ടി, ഡയലോഗ് കാര്യം ഒന്ന് പഠിച്ച് പോയിട്ടുണ്ട്. സിനിമയാണ് മൂഞ്ചിയിട്ടുണ്ട്, അതേപോലെ തന്നെ മൂഞ്ചിയിട്ടുണ്ട്. ഇനി അങ്ങനെ സിനിമയിലേക്ക് സിനിമ ഇപ്പോൾ നാസർ വേങ്ങര എന്ന ഒരാൾ ഇവിടെ നമ്മളെ എന്താ പൊറാട്ട നാടകം എന്ന പടം ചെയ്തിട്ട് കൊടുത്ത് അവർ ടീമിനെ പുതിയ പടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ അവരെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്നത്തെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സിനിമേൻ്റെ ഞാൻ പറയല്ലേ, സിനിമേൻ്റെ ലക്ഷ്യം അത് ഞാൻ ചെയ്തിരിക്കും, ചെയ്യും, അത് ഉറപ്പാണ്, എനിക്ക് വിശ്വാസമാണ്. അത് 100%. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഷുക്കൂറിനെ സിനിമയിൽ ഉടനെ കാണാം, ബിഗ് സ്ക്രീനിലല്ലേ? ഇനിയിപ്പോൾ നമ്മളെ പാത്തുവിനെ സിനിമയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനുണ്ട്. പാത്തുവിനെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് സത്യം പറയും, ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് 10 പോയിൻ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാത്തുവിനെ വെച്ച് കണ്ട് തന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ തന്നെ ഏറ്റവും സന്തോഷവും അത് ചെയ്തിരിക്കുന്നതാണ്. സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാന്നുള്ള സ്വന്തമായിട്ട് അത് ഏത് മറ്റേ അഭിനയിക്കുന്ന ആളുകളെ ആഗ്രഹം മൊത്തത്തിൽ അത് തന്നെയാണ്, സ്വന്തമായിട്ട് സിനിമ. അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഞാൻ ഇരുന്ന് ഇവള് ചെയ്യുന്ന ക്യാമറ അനിയത്തി ചെയ്യുന്നു, ചിലപ്പോൾ ഉമ്മാരെ കൂടി പിടിപ്പിക്കും, ചിലപ്പോൾ അനിയത്തിനെ പിടിപ്പിക്കും. അത് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തുനിന്നുള്ള വർക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടത് പിന്നെ ഇബ്രാസ് എന്ന പയ്യുണ്ട്, നമ്മൾ ഭയങ്കര നമ്മൾ ഇവിടെ ഒരു പയ്യാണ്, അത്യാവശ്യം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സൊക്കെ പയ്യാണ്. അവന് നല്ല ഒരുപാട് സപ്പോർട്ട് പോകുന്ന ആളുകൾ, നമ്മൾ പുച്ഛിച്ച് മാറ്റിയിരുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഫാമിലി ആയാലും പുറത്തായാലും എല്ലാവരും അടുത്തേക്കായി, എന്തോ ഒരു ബന്ധം പോലെ ആയിപ്പോയി. അത് ഈ പാത്തുവിനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരമാണ്. പാത്തുവിനോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കാലങ്ങളായിട്ട് ഇപ്പോൾ നിങ്ങളെ ഒരു ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെ നിൽക്കണം എന്നുള്ള ആ ഒരു ഇതിന്ന് വന്ന് പക്ഷെ നിങ്ങളെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു ഫീൽഡിലെത്തി, അപ്പം ഇപ്പോൾ ആൾക്കാരുടെ ഒക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നിങ്ങളോട് ഇപ്പം മീറ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്നൊക്കെ കസിൻസ്, നമ്മളെ അടുത്ത റിലേറ്റീവ്സ് അല്ലാണ്ട് തന്നെ സെക്കൻഡ് റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരുടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു മാനസിക റെസ്പോൺസും അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ് നിങ്ങളോടുള്ളത്? നല്ലതിൽ തന്നെ, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ വീടൊക്കെ അങ്ങനെ കുത്തുന്ന ചില ആൾക്കാർ ചെയ്യണോ അതൊക്കെ വേണോ? നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട്, 1-2 കുത്ത് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ കുത്ത് അപ്പൊ നമുക്ക് കേൾക്കുമ്പോ നമുക്ക് ടെൻഷൻ ഭയങ്കര സപ്പോർട്ട്. ഈ ടെൻഷൻ എടുക്കണ്ട, എന്ത് ടെൻഷൻ, അത് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആങ്ങളും പെങ്ങളാണ്. പിന്നെ ഇങ്ങനത്തെ ക്യാരക്ടറല്ല, അതിൽ വേറെ അനാവശ്യമായിട്ട് സംഭവമൊന്നുമില്ല. പിന്നെ പിന്നെ അങ്ങനത്തെ ആളുകൾ പറയാനുള്ള കാരണം വെച്ചാൽ അവരെ വീട്ടിൽ അവരെ മരക്കളോട് ചെയ്യുന്ന സംഭവം അതായിരിക്കും. അപ്പൊ അത് എടുത്ത് കാണിക്കുമ്പോൾ എന്റെ മരക്കൾ ഇതേപോലെ ആ ഒരു സംഭവം കൊണ്ടാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ഒന്നാമത് പിന്നെ റെസ്പെക്ട് ചെയ്യാതാണ് അതിൽ സംസാരിക്കണത് അല്ലേ. കൂടുതൽ ഞാൻ അതിൽ പറയണത് എന്താ, ഇവനെ ഈ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ വളരെ ഭർത്താവിന് മോശപ്പെട്ട കാര്യം, ഇത് അഭിനയല്ലേ. ഇനിയിപ്പോ അഭിനയം അല്ലെങ്കിൽ പോലും ആക്ച്വൽ ലൈഫിലായാലും ഭർത്താവിനെ അങ്ങനെ നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ കാണും. അത് ഏറ്റവും ഭംഗി അതിന്റെ രസതാണ്. ഭർത്താവിനെ ഫ്രണ്ട് പോലെ കണ്ടാൽ തന്നെ അതിനപ്പുറം വേറൊന്നുമില്ല. മറ്റേത് ഫ്രണ്ടായി കണ്ടിട്ടാണ് മൂപ്പര് ഇപ്പൊ നല്ല സപ്പോർട്ട് ചെയ്യണത്. മൂപ്പര് സപ്പോർട്ടാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്നെ കൂടെ ഇപ്പൊ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഹസ്ബൻഡിന്റെ പേര് സുഹേലിനാണ്. സുഹേലിന് വേണ്ടി പ്രത്യേകം സോപ്പിട്ടതാണ് പാത്തു. ഹസ്ബൻഡിനെ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സപ്പോർട്ടാന്ന് പറഞ്ഞു, നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ. ആൾക്ക് ഇങ്ങനത്തെ റീൽസിനോടൊക്കെ താല്പര്യമില്ല, ചെയ്യാനൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ മൂപ്പര് അതിന് നോക്കലില്ലാന്നുള്ളൂ. പിന്നെ അല്ല കണ്ടന്റ് കുറെ അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ചില ദിവസങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ ഷൂട്ട് നടത്തല്, ചിലപ്പോൾ കാരണം എനിക്ക് വളരെ തിരക്കും ഇയാൾ കിട്ടാതെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അയാളോട് പറയും എന്ത് ഷൂട്ട് ചെയ്യാത്തത്, കണ്ടന്റ് കുറവുണ്ട്, ഞാൻ കണ്ടന്റ് പറഞ്ഞാൽ അങ്ങനെ അയാൾ കണ്ടന്റ് പറയും. കുറേ കണ്ടന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കണ്ടന്റ് ഉണ്ട്, കഴിഞ്ഞ ശേഷം ആവാതാകുമ്പോൾ എടുത്തുകൊണ്ട് പുള്ളിക്ക് തുറന്നു പറയാൻ കാര്യങ്ങൾ കണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന പറയുന്നുണ്ടാവില്ലേ. സത്യം അതാണ് സംഭവം. ഇവളെ സ്വഭാവം ശരിക്കുള്ളത് ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ചെയ്യാം. അല്ല നമ്മൾ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്ത രീതിയിൽ ആ സംഭവം ആളുകൾക്ക് മുമ്പ് എത്തിക്കാത്ത സംഭവമാണ്. ഏത് ഭർത്താവിന് എന്താ പറയുക, ഇപ്പം ഒരു പെണ്ണ് ഫസ്റ്റ് കണ്ടിട്ടില്ല, ആ ഒരു പെണ്ണ് വീട്ടിൽ പോയുള്ള അവസ്ഥ, ഞങ്ങൾ ആണുങ്ങൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. പക്ഷെ എന്നാലും ഏറ്റവും സമൂഹത്തിൽ ഉയർന്ന് നിങ്ങൾക്ക് കാണിക്കേണ്ട പെണ്ണുങ്ങളെ എപ്പോഴും വേണ്ടത്. എല്ലാവരും മുമ്പിലും ബഹുമാനം വേണം. ബഹുമാനം കൊടുക്കാൻ പുച്ഛക്കല്ലോ, ബഹുമാനം കൊടുക്കാൻ പറ്റിയ ആളൊന്നല്ല. അല്ല സ്വഭാവം അങ്ങനെ ആയിരിക്കും വരുന്നത് പെണ്ണുങ്ങളത്. പക്ഷെ അത് അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളുടെ വെച്ചിട്ടുണ്ടാവും, പെണ്ണുങ്ങളുടെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ആവുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. സത്യം, തീർച്ചയായിട്ടും. അതിൻ്റെ രസകരമായിട്ട് എന്താ പറയുക, ഭാര്യയും ഭർത്താവായാലും ഒരിക്കലും ആ ഒരു ബഹുമാനത്തോട് ഭയങ്കര ബഹുമാനം, ആ ഒരു ഫുൾ സോഫ്റ്റ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് മുമ്പോട്ട് പോയാൽ എത്ര ഇനി പറയാൾ മനസ്സിലുണ്ടാവില്ല, പിണങ്ങി വെക്കുന്ന സംഭവം ഉണ്ടാവില്ല. പറയാൾ രണ്ടാൾ പറയും, ഇനി അടിച്ചാലും
കുറച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ചെറുക്കൻ അതിൻ്റെ പെണ്ണ് ആ ലെവലിക്കാണ് ഇങ്ങോട്ടും ഒന്നിക്കാൻ നിങ്ങളും വൈഫും ഇതുപോലൊക്കെ തന്നെ ഞാൻ നമ്മള് ഒരുപാട് ഇവരെ കൂടെ നമ്മള് ഇവിടെ ഉണ്ടാവില്ല നാട്ടില് ഇവരെ കൂടെ ഒരുപാട് വർഷം ഒറ്റയ്ക്ക് ഞങ്ങൾ നിൽക്കലുണ്ടായി ചെറുപ്പത്തിലെ ഞാൻ 7ാം ക്ലാസ് സമയത്ത് ഇവനെ കല്യാണം നേരത്തെ കഴിഞ്ഞു ആ സമയത്ത് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഇവൻ്റെ കൂടെ നിന്നിരുന്നു അപ്പൊ നമ്മൾ അന്ന് ആ ചെറിയ പ്രായത്തിൽ എന്താവും കല്യാണം കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും അപ്പൊ ഇമ്മ വിചാരിക്കും ഇവരെ പോലെ ആവണം നമ്മളിതും റോൾ മോഡൽ അതെ അതെ സത്യം ഇവരോട് പറയലുണ്ട് ഇവരുടെ തള്ളി മറിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പറയലുണ്ട്. ഒന്നാമത് പിന്നെ വീട്ടിൽ ഉമ്മ ഉപ്പായാലൊക്കെ അവർക്ക് ഞങ്ങൾ മുമ്പിൽ കൈയും പിടിച്ച് ഷോൾഡർ പിടിച്ചേക്കാണ് ചില വീടുകളിൽ തൊടുവില്ല ഭാര്യ കാണുമ്പോൾ തന്നെ പക്ഷെ എന്റെ വീട്ടിൽ വെച്ചാൽ ഉമ്മായും ഉപ്പായും ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾ അവിടുത്തെ രസമായിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് ആ ഒരു ബോറില്ല നമുക്ക് ചമ്മല് നമ്മൾ കണ്ട് വളരുന്നത് ആ ഒരു സ്നേഹമായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പോലെ ചടി മിടില്ല എന്നല്ല മറ്റേ ചട്ടിയും കലാം മുട്ടി തെറ്റാ തട്ടി മുട്ടി അത് എങ്ങനെ ഉണ്ടാവും പക്ഷെ അതുപോലെ അത് അതുണ്ടാവും ഇന്നലെ ഷൂട്ടിനെടുത്ത് തന്നെ നല്ല വിത്തൊക്കെ വന്നു കേട്ടോക്കാം അവളൊക്കെ കേൾക്കാൻ എനിക്ക് കേൾക്കും മറ്റേ ഇപ്പൊ ശരിക്കും എന്നെ ആദ്യം ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തീരെ ബഹുമാനം ആ ക്യാരക്ടർ ഇപ്പൊ ആളെ അയക്കാണ് റിയൽ പാത്തുമായി മാറിയിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ എടാ സോറിടാ ഞാൻ അങ്ങനെ വിളിച്ചാട്ടാ ഒരു നിമിഷം ഞാൻ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ ഇവിടെ നിഷാമിന് 4 സിബ്ലിങ്സ് ആണല്ലോ 4 പെങ്ങന്മാരാണല്ലോ അപ്പം മൂത്ത ആളല്ല പക്ഷെ എത്രാമത്തെ ആളായിരുന്നു മക്കളയിൽ എത്രാമത്തെ ആളാ നിങ്ങൾ രണ്ടാമത്തെ ആൾ അപ്പൊ എന്തായാലും മൂത്ത ആളായി ഓക്കെ അപ്പം ഇത്രയും ഒരു 4 പെങ്ങന്മാരെ ഇങ്ങനെ നോക്കി വരാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹിറ്റ്ലർ ഒരു ഇതായല്ലോ അതില്ലേ അപ്പൊ ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടി ആയിരുന്നോ എങ്ങനെയായിരുന്നു നിഷാം അങ്ങനെ സ്ട്രോങ് ഉണ്ട് പക്ഷെ ഫ്രീഡത്തിന് നല്ല ഫ്രീഡം ഉണ്ട് കച്ചറ കളിച്ചാണെങ്കിൽ അതിനനുസരിച്ച് നല്ല കിട്ടും പക്ഷെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നാമത് പിന്നെ അടി പറഞ്ഞാലും അങ്ങനെയല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടാന്ന് കാണൊക്കെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ കാണിക്കേണ്ട അടുത്ത് കാണിക്കും പറ്റ അങ്ങോട്ട് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മളായാലും അങ്ങോട്ട് അത് വില ഉണ്ടാവൂലല്ലോ ബോയ്സിന്റെ കാര്യം വില ഇല്ലാത്ത പോലെയാണ് സംസാരം കണ്ടിട്ട് വില ഇല്ലാത്ത പോലെ അങ്ങനല്ല കാമുകന്മാര് ഒരുപാട് വരുന്ന സമയമാണ് പ്രണയത്തിന് വിലല്ലേ സത്യം അത് താൽക്കാലികമായിട്ട് പല വേറെ രീതി ഉദ്ദേശിക്കും ആണുങ്ങളെ മനസ്സിൽ ഞങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് ആ ഉദ്ദേശം അവരോട് പറഞ്ഞു ഞാൻ എന്റെ ചെറിയ 10ാം ക്ലാസ് പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിന് അഭിനയിച്ചിട്ടുണ്ടല്ലോ സെലീന എന്ന ക്യാരക്ടറെ അവളെന്റെ ചെറിയ അനിയത്തിയാണ് അപ്പൊ അവളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സംഭവക്ക് പ്രണയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആണുങ്ങളെ ക്യാരക്ടർ ഇങ്ങനെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആരും കൂടുതൽ കാരണം ഇപ്പോൾ പുതിയ ജനറേഷൻ അവർ പുതിയ ജനറേഷൻ ആകുമ്പോൾ ഒരു ഗ്യാപ്പ് ബോയ്സിനും കൂടെ ആയാലും ഉണ്ടായിക്കോട്ടെ എത്ര അടുത്ത ഫ്രണ്ട്സുകളായാലും ആ ആളുകളെ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടാവും നമുക്ക് എത്ര അടുത്തറിഞ്ഞ ആളാണെങ്കിലും ആണെങ്കിലും പെണ്ണും അത് ഉണ്ടാവും അതുണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് മിങ്കിളായിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും കമ്പനിയും ഒക്കെ വേണം എൻജോയ് ചെയ്യുകയൊക്കെ പക്ഷേ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മളിത് വേണം പെണ്ണ് തന്നെയാണ് ആണാണ് അത്രയാണ് പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് നിന്നോ ഒന്നും പ്രശ്നങ്ങളല്ല പക്ഷെ ശ്രദ്ധ എപ്പോഴും നമുക്ക് അയാളെ നിന്നും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായാലും ശ്രദ്ധ ആണ്ടും ഇങ്ങോട്ടും വേണമെന്നുള്ള സംഭവം എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ ഒന്നാമത് ഓപ്പണായി പറഞ്ഞു കൊടുക്കലുണ്ട് കാരണം ഇങ്ങനെയാണ് ആളുകളെ ക്യാരക്ടർ അത് ഇനി എത്ര ഇല്ലാന്ന് പറഞ്ഞാലും അതുണ്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലിമിറ്റിൽ നിൽക്കുന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞില്ല അതിൽ ഒരു റഫായിട്ട് കണ്ട് എന്താ ഒതുങ്ങി നിൽക്കാനോ മാറി നിൽക്കാന്നല്ല ലൈഫ് അടിച്ചു കൊടുക്കുക അതിപ്പോ ആൺകുട്ടിയെ തൊട്ട് പിടിച്ച അങ്ങനെ സംഭവമല്ല നമ്മളെ സ്വാതന്ത്ര്യത്തിൽ ഒരാൾ കയറി സത്യം വേറെ രീതിയിൽ വരുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പെണ്ണേക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞങ്ങൾ ഒരാളെ നോട്ടം നോക്കുമ്പോൾ തന്നെ അവൻ്റെ നോട്ടം ശരിയാന്നുള്ള സംഭവം മനസ്സിലാവല്ലോ അത് മനസ്സിലാക്കിയാൽ മതി എപ്പോഴും പറയേണ്ടതാണ് പെട്ടെന്ന് ചെന്ന് കണ്ട് അത്ര ഫ്രീഡത്തിൽ ആണുങ്ങൾ എത്തിയാൽ അത് വേണ്ടെന്ന് എപ്പോഴും പറയുന്നതാണ് പക്ഷേ സംസാരിക്കൊണ്ട് അവരെ കൂടെ നടക്കുന്ന നമ്മൾ പ്രശ്ന സംഭവമല്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ റീൽസിലൊക്കെ കൂടി വൈറലായപ്പം എന്താ പറയുക ഇത്തരത്തിൽ ഇങ്ങനെ വല്ല ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല എന്താ പറയുക പാത്തു എന്റെ സ്നേഹം മനസ്സിലാക്കും അങ്ങനെ വല്ലതും വരുന്നുണ്ടോ ഇവനക്കുണ്ട് അത് ശരി നേരെ ഓപ്പോസിറ്റ് ആണ് ഒരുപാട് ആളുകൾ പെൺകുട്ടികൾ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട് അല്ല നിഷാമിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മാരേജ് കഴിഞ്ഞതായി പിന്നെ നിങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഹസ്ബൻഡ് വൈഫ് ആണെന്ന് തോന്നുന്നല്ലാണ്ട് അങ്ങനെ ഒരു കല്യാണം ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിരിക്കണ സത്യത്തില് ഞാൻ +2 കല്യാണം കഴിച്ചിരിക്കണേ കാരണം കുറെ മുമ്പ് ലവ് മാരേജ് അതൊരു കഥയുണ്ട് അങ്ങനല്ല ലവ് മാരേജ് ഒന്നല്ല പക്ഷെ ഞാൻ കല്യാണം കഴിച്ച അമ്മായിന്റെ മോളാണ് അങ്ങനെ കഴിച്ച് പറയണില്ല പോട്ടെ തന്നെ ഒരു സെറ്റ് ആക്കി വെക്കൂല വാപ്പ എന്റെ മോളാ എന്റെ മോനിക്ക് എന്ന് പറഞ്ഞ അവരുള്ളിൽ ചെറിയൊരു പ്രണയം അങ്ങനെയൊന്നുമല്ല ഒരിക്കലുമില്ല അത് അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നേ പക്ഷെ ഞാൻ എന്റെ വേറെ വഴിയിലേ പോയിരുന്നത്
പിന്നെ ടൈം ആയപ്പോൾ അന്ന് പിടിച്ച് കെട്ടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷാമിന് ഇപ്പൊ പ്രപ്പോസൽസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ആളുകള്. പിന്നെ അതൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? എന്താ അവരോട് പറയാറ്? അതിന് ലാസ്റ്റ് ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്ത്, ഞാൻ വൈഫിന്റെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അത് കുറേ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പേരുടെ ഹൃദയം തകർന്നിട്ടുണ്ട് സത്യം പറയാം. പിന്നെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ആളുകളാണ്, ഇഷ്ടംപോലെ ഫ്രണ്ട്സുകൾ, ഒരുപാട് പെൺകുട്ടികളായാലും താത്തമാരൊക്കെ ഇഷ്ടംപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വീഡിയോ അന്വേഷിക്കാണ്ട് നിങ്ങളെന്ത് വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾ ഡെയിലി വീഡിയോ ചെയ്യില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ ഇയാൾ പരപ്പനങ്ങാടി വീട്, ആ എന്താ പറയുക ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പോയിക്കാണ്ട് അയാളെ വീട്ടിൽ പോവുക, കുട്ടികളെ മദ്രസയ്ക്ക് പറഞ്ഞ ശേഷം 10 മണിക്ക് ഞങ്ങളെ കൊണ്ടുവരിക, പിന്നെ എന്താ പറയുക വൈകിട്ട് തിരിച്ചാക്കി കൊടുക്കുക, ആ ഷൂട്ടിനോട് തീർത്തുകാണ്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് കുഴപ്പം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി അതേ സൺഡേ കല്യാണം മറ്റേ പാട്ടുണ്ടെങ്കിൽ ആഴ്ച മിസ്സായും ചെയ്ത്, അപ്പോൾ 2 ആഴ്ച വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ബോയ്സിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ കേട്ടു. അതാണ് ഇപ്പോൾ ആൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ബോയ്സിൻ്റെ വീഡിയോ വേണ്ട, ഞങ്ങൾക്ക് ഗേൾസിന്. അത് നേരത്തെ ഒരു ലൈവായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ഞങ്ങൾക്ക് ബോയ്സിന് ആളുകളില്ല, ബാത്തുവിന് ആളുകളില്ലേ, എന്നാലും ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന്. കാരണം പക്ഷെ നമുക്ക് ആളുകൾ ഞങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പം മില്യൺസ്, ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ഏകദേശം 7 വീഡിയോ ചെയ്തു, അതിൽ 5 വീഡിയോ മില്യൺസ്, 1 മില്യൺ, ഇപ്പോൾ ഓരോന്നും 50 ലക്ഷം വ്യൂസ് വരെ നമുക്ക് ചിലത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലായാലും ഇതിലൊക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ അത് മില്യൺ കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ ബോയ്സ് ആദ്യം കരുതുന്നത് ഒരു 10K അടിച്ചിരുന്നെങ്കിൽ എന്നുള്ള സംഭവമാണ്, വ്യൂസ് കണ്ടാൽ മതിയിരുന്നത്. ഇപ്പോൾ ഇവളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ആ കാര്യത്തിൽ പാത്തിൻ്റെ വീഡിയോ നോക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവർക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്ത്, അതിൻ്റെ ഫസ്റ്റ് ഭാഗം നല്ല അടിപൊളി സീനായിരുന്നു. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആയിരുന്നു, അത് അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആളുകളെന്ന് പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. പക്ഷേ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 500K അടുത്ത് വ്യൂസ് കിട്ടി. അപ്പം അത്രയും ആളുകൾക്ക് ഇവളെ ഇപ്പോൾ മിസ് ചെയ്യണം, പെട്ടെന്ന് കിട്ടണം, വീഡിയോ വരണം, ആ പാത്തോടെ ചോദിക്കുന്നത്. അതാണ് ഇതിപ്പോ ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇത് പാത്തുവിന്റെ നമ്മളെ ഷെഫിനെ മൂത്ത മകളല്ലേ? അല്ല, രണ്ടാമത്തെ മകൾ. ഓക്കെ, മോളെ പേരെന്താ? ഇവ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? LKG B ആണ് ഇവന്റെ സ്കൂള്. സ്കൂളിൽ വരുന്ന AMP കൂൾ. ഓക്കെ, അതാണ് അവളെ സ്കൂള്. ഇപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ, ഉമ്മച്ചി ഇപ്പൊ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഉമ്മച്ചി ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി ആയി, ഉമ്മച്ചി സിനിമാ താരം പോലെ ഭയങ്കര സെലിബ്രിറ്റി ആയിക്കാണ്. അപ്പൊ എന്താ ഇവ മോൾക്ക് പറയാനുള്ളത്? ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കലുണ്ടോ ഉമ്മാനെ വെച്ചിട്ട്? ഉമ്മ ചോദിക്കലില്ലേ? ഫ്രണ്ട്സ് കാണല്ലേ ഉമ്മച്ചിന്റെ വീഡിയോസൊക്കെ? അപ്പൊ അവരെന്താ പറയല്? ഉമ്മാന്റെ വീഡിയോ ഞാൻ കണ്ടു, അടിപൊളിയായിട്ടൊക്കെ പറയലുണ്ടോ? ലൈക്ക് ചെയ്യാൻ പറയലുണ്ടോ അവരടുത്ത്? എന്താ പറയല്? എന്താ ആക്ഷൻസ് ആണോ? പറഞ്ഞു. ഇത് പാത്തുവിന്റെ മോളാണ്, ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പറ, എന്താ പറയല് ഫ്രണ്ട്സ് ഒക്കെ? ഉമ്മാന്റെ വീഡിയോസ് ഇഷ്ടമായിന്ന് പറയലുണ്ടോ? ഒന്നും പറയലില്ലേ? എന്താ പറയല്? നോക്കട്ടെ, സംസാരിക്കാൻ നോക്കട്ടെ. വാ പറയ്, എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ? ഉമ്മാന്റെ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? കാണലില്ല, അവളെ കാണല് പോലും ഇല്ല വീഡിയോ. ഇതൊക്കെ ഇനി ഒന്നും പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങളെ പറഞ്ഞാൽ എല്ലാ കാര്യം പറയും. ഇപ്പോൾ എൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവനോട് പറയും, ഇവനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് എല്ലാവരോടും പറയും എല്ലാ കാര്യം. അപ്പം നമുക്ക് എന്ത് പറയാനും ഒരു ധൈര്യമാണ്. അപ്പം രസമാണ്, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഒന്നായിട്ടായിട്ട് നല്ല. അപ്പം പിന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. ചില വീട്ടിലെ ആങ്ങളാരും പെങ്ങളാരൊന്നും പിന്നെ കമ്പനി ഉണ്ടാവില്ല, ഏത് കാര്യം തുറന്ന് പറയൂല, അങ്ങനത്തെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതെ, ഒന്നാമത് ഇപ്പൊ അങ്ങനെയാണ്, എല്ലാവരോടും ഭയങ്കര കമ്പനി, എന്തും പറയും എങ്ങനെയും. അപ്പൊ ഞമ്മക്കും അതേ പറഞ്ഞാൽ എന്തും പറയാ, എങ്ങനെയും പറയാ, അങ്ങനെയാണ്. ഇനി ഉപ്പാന്നല്ല, ഇവരെ അനിയന്മാരാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളത് കണ്ട് ശീലിച്ചെന്നപ്പോ അങ്ങനെ തന്നെ. പക്ഷെ ചില വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ അവിടെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്നും കൂടി പറയാനുള്ളത് പറഞ്ഞാല് നമ്മള് മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെക്കരുത്. പക്ഷെ പറയാനുള്ളത് അപ്പം തന്നെ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റോപ്പ് ആവും. നമ്മൾ പറയാതെ മനസ്സിൽ വെച്ച് നിൽക്കുമ്പോൾ ആ ആക്കും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും. ആർക്കെയും അമ്മമ്മമാർക്കും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇവർ രണ്ടാളും മനസ്സിലൊക്കെ ഇടുന്നുകാണ്ട് ചിലപ്പോൾ ഒരു വാക്കിൽ ചിലപ്പോൾ ഒരു വരുതി കൊണ്ടുള്ള സംസാരമോ അങ്ങനെയൊക്കെ ആയി. പറയാനുള്ളത് അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമതും കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാനുള്ള മറുപടിയും കിട്ടുമ്പോൾ അങ്ങോട്ട് പറയാനുള്ളത് അങ്ങോട്ട് കേൾക്കുകയും ചെയ്യും. ഒരേപോലെ അതെ, പറയാനുള്ളത് അപ്പം തന്നെ പറയാം. ഇത് കുട്ടിയോടല്ല പറഞ്ഞത്, വലിയ ആ അമ്മായിമായാലും അമ്മശാങ്കായാലും വലിയ ഹസ്ബൻഡാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. കാരണം പെൺകുട്ടികൾ, കാരണം 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ സെറ്റായി നല്ല എന്താ പറയുക പക്വതെത്തി. ആണെങ്കിൽ 25 വയസ്സായാലും പക്വതയില്ല, ഇനി 30 വയസ്സായാലും ആൺകുട്ടികളല്ലേ, ആ സംഭവം പെണ്ണായാലും ആണായാലും ഒരേ മൈൻഡിലാക്കാനാണ്. പിന്നെ
സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് ഒരു ജോലിക്ക് വീട്ടിലിപ്പോൾ ജോലിക്കാരത്തുണ്ടെങ്കിൽ ആ ജോലിക്കാരത്തിന് വരെ മാറ്റിയിട്ടാണ് മരുകൾ വരുന്ന സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ആ മോളെ പോലെ മോൾക്ക് സന്തോഷമായാൽ അല്ലെ ദുഃഖം വന്നാൽ അത് ഭയങ്കര ടെൻഷന്, മരുമക്ക് ദുഃഖം വന്നാൽ അത് കുഴപ്പമൊന്നുമില്ല, ആ സംഭവം ഉണ്ടല്ലോ. ആ മൈൻഡൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും കൂട്ടിച്ചേർത്ത് പോയാൽ ഏറ്റവും രസവും നല്ല ഭംഗിയാവും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്ര മീനുള്ളത്. ഇപ്പോൾ നേരത്തെ പാത്തു പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ബോഡി ഷേമിങ്ങിന്റെ ഇൻസെക്യൂരിറ്റിന് വരുമോ, ഇപ്പോൾ എങ്ങനെയാണ് അതൊക്കെ? ഇപ്പം അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഇപ്പം ഉണ്ടോ, അതോ ഇപ്പം ഇനിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെള്ളക്ക് കൊടുക്കും എന്ന് പറഞ്ഞ പോലത്തെ രണ്ട് മറുപടി പറയാനുള്ള ഒരു കരുത്തൊക്കെ പോന്നിട്ടുണ്ടോ? ഇനി പറയും, ഇനി ഞാൻ മിണ്ടാതെക്കൂല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തില് ഇവിടെ ഒരാൾ ചിരിക്കണം, ഒരാൾ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ ചിരിക്കണം. ഞാനെടുക്കാം ചിലപ്പോൾ ഇപ്പം പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു വർഷം മുതൽ കുട്ടികളെ വെച്ചിട്ടുണ്ടാവും. താത്ത കുട്ടിയാണ് പോകുന്നുണ്ട്, ആ കുട്ടിയെ നോക്കിയിട്ടാ പറയില്ല. അപ്പോൾ തന്നെ ഒരു നോട്ടം അല്ല, അതുകൊണ്ടാണ് ക്യാരക്ടർ അല്ല നമ്മൾ ആളുകൾ അങ്ങനത്തെ പറയല്ലേ. ഇപ്പം എല്ലാവരും പറയുന്നത് എന്താ താത്ത അമ്മായി അങ്ങനെ ഞാൻ പറയില്ല. ആ സംഭവം തന്നെ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത്. ഞാനടക്കം പറയുന്നതാണ് താത്ത വിളിച്ചിട്ടാണ്. കാരണം എൻ്റെ അത്രയോ ഇളയതായിരിക്കും. അവർ കുട്ടിയാകുമ്പോഴത്തേന് അവരത് മാറിക്കഴിഞ്ഞു മൊത്തത്തിൽ. അതാണ് സംഭവം. ഇപ്പൊ എങ്ങനെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി പറയാണ്ടെങ്കിൽ ഞാൻ നോക്കി പറയും അത്രന്ന് പറയുന്നെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇത് ശരിയാണോ, ഇത് പാടും. ഇവന്റെ ഫ്രണ്ട്സിനെ കുറച്ച് എനിക്കന്ന് ഈറായിരുന്നു. നമ്മള് കബീറാണ് നമ്മൾ പാത്തുവിനെ ബോഡി ഷേമിങ് ചെയ്ത് വേദനിപ്പിച്ചു. കബീർ സോറി പറയാൻ വരാൻ പറ്റൂലായിരുന്നു. മദ്രസ വിട്ട് വരുമ്പോ അവന് അധികം സമയം കാണാം. എന്താ കബീർ, എന്താണ് കബീർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉണ്ട് എനിക്കന്ന് ഈറ. എന്നിട്ട് ഞാൻ കയറ കുഞ്ഞോടൊക്കെ പറഞ്ഞു. കബീറിനെ കാണലുണ്ടോ? ഇപ്പൊ കബീറിനെ കാണുമ്പോ എന്നെ കാണുമ്പോൾ എനിക്ക് നാണാണ്. എൻ്റെ കൂടെ ഇപ്പം വീട്ടിൽ നിന്ന് അവരൊക്കെ കാണുന്നില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലൊക്കെ എല്ലാം വരലുണ്ട്. എല്ലാവരും നല്ല ഇമ്മാനായിട്ട് എല്ലാവരും അവർക്ക് കബീർ വന്ന് ഇന്നെ ചീത്ത അറിയോ? അല്ല, ഈ കബീറിന് ഒന്നാമത് ഇവിടെ കേട്ടതാണ് ഒന്നാമത്. കാരണം ഒരുപാട് തവണ വിളിച്ചിട്ട് ലാസ്റ്റിക്ക് പിന്നെ ഇവിടെ വീട്ടിലാരോട് പറയാണ്ട് ചീത്തട്ട് ഓടി ഓൻ ബൈക്കെടുത്ത് ഓടി. അതുണ്ടായത് അവസ്ഥ. അതാണ് സംഭവം. അല്ലേ ഇപ്പോഴും പലരുടെയും ചിന്താഗതി അതാ, നമ്മളെ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ അയാൾക്ക് അത് ഹേർട്ട് ആവുന്നുണ്ടോ ഉള്ളത് ഈ ബോഡി ഷെയിമിങ് എത്ര തമാശ പറഞ്ഞാലും അത് വേഗം മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് നമ്മളെ കോൺഫിഡൻസ് കളയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഈ പറയുന്നവർക്ക് പറഞ്ഞു തീരും നിശാമ ചിരിക്കുകയാണ്, കാരണം ഇതിന്റെ വലിയ ആശാനാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വൈഫ് തമ്മിലാണ് മെയിൻ പ്രശ്നമാണ്. ഞാൻ ആദ്യം 92 കിലോ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് 67 കുറച്ചാണ് ഞാൻ തടി. ഞാൻ ഈ ഫീൽഡിന് വേണ്ടി തന്നെ, കാരണം നല്ല തടി ആകുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ ബോഡി ഷേം ആണുങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവം ഞാൻ തടി കുറച്ചപ്പോൾ വൈഫ് ഭയങ്കര ഓവർ തട്ടില്ല, നോർമലാണ്. എന്നാലും ഞാൻ അവിടെ പോകുന്ന സമയത്തൊക്കെ എന്നോട് ചോദിക്കാനുണ്ട് അത് വലിയ പെങ്ങളാണോ, അത് കേൾക്കണമെന്ന് എനിക്ക് ദേഷ്യമാണല്ലോ. എന്നോട് പരമാവധി തന്നെ എന്നോട് വെച്ച് വെച്ച്, കാരണം അത്ര ബോറല്ല ആള്. എന്നാലും ആളുകൾ ചോദിക്കും. ഏജ് കുറവ്, വൈഫിന് ഏജ് കൂടുതൽ പറഞ്ഞാൽ അത് ഏത് പെണ്ണുങ്ങൾക്ക് പറ്റൂല. പക്ഷെ അയാളെ കണ്ടാൽ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും ആളുകൾ ചോദിക്കും വെറുതെ. അത് ഒരു എന്താ പറയാ, അവർ നേരത്തെ പറഞ്ഞല്ലോ തമാശയിൽ ഇട്ട് എറിഞ്ഞു നോക്കുകയാണ്. അപ്പം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഇതുണ്ടാവും, വരസലുണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ പാടില്ല. നമ്മൾ തടി കുറച്ചത് എനിക്ക് എന്തിനാ അറിയാം, അങ്ങനെ ആ ഇതുണ്ടാവില്ല. ആ സംഭവം ഉണ്ടാവല്ലോ. ഇവരോട് പറയാനുള്ള ഉച്ചക്കുറ്റൊക്കെയാണ് പറഞ്ഞു കണ്ട് ഒഴിവാക്കും. അത് മെയിൻ ചെയ്യേണ്ട, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ പിന്നെ ആ ഒരു സംഭവം പറയും, നിങ്ങൾ തടി കുറച്ചത് വേറെ ഉദ്ദേശത്തിലായിരിക്കും, പിന്നെ ഒപ്പം നടക്കാൻ പിന്നെ മടിയായിരിക്കും. ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഭവം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ എൻ്റെ വൈഫിൻ്റെ നിന്ന് കേട്ടതാണ്. നേരെ തിരിച്ചുണ്ടായത്. ആ മാഷ് പറയുന്നത് നമുക്ക് മാഷിനെ ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു പുള്ളിന്റെ അഭിനയം അതിനനുസരിച്ച്. അപ്പൊ നിങ്ങൾ ഇത് ഇവരൊക്കെ ചൂസ് ചെയ്യുന്ന എങ്ങനെ? അങ്ങനെ അല്ല, ഈ നാസർ, അതേപോലെ ഫൈസൽ, നാസർ, ഇസ്മായിൽ, സക്കീർ, അങ്ങനെ കുറച്ച് ആളുകൾ, നിബ്രാസ്, ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരുപാട് റാഫി, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാസർക്ക, ഒരുപാട് ആളുകൾ ഒരുമിച്ചുള്ള, ഞാൻ പറയില്ല, ഈ 8 വർഷത്തിൻ്റെ അടുത്ത് ഇങ്ങനെ റീൽസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മൊബൈൽ വീഡിയോസ് ചെയ്യൽ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഞാനല്ലേ 12 വർഷമായിട്ട് നമുക്ക് ആഗ്രഹമാണ്. ഞാൻ ഒരുപാട് ആൽബങ്ങൾ, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിചയപ്പെട്ട ആളുകൾ കൊണ്ടുവരും. പിന്നെ നാട്ടിലെ അയൽവാസികൾ അയലൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഈ റോഡും ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മൊത്തം ഇവിടെ തന്നെ മൊത്തം ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് നമ്മൾ വീഡിയോ കാണില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ ഗൾഫിൽ നിന്ന് പറയും തൻ്റെ വീഡിയോ കണ്ടു നല്ലതാണല്ലേ, തൻ്റെ വീഡിയോ ഉണ്ടായതുകൊണ്ട് നാട് കാണാൻ പറ്റിയെന്ന് നമ്മളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ആളുകൾ ഈ നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിട്ടാണ് നാട്ടിലത്തെ ആളുകൾക്ക് സപ്പോർട്ടുണ്ട്. ഈ ആളുകൾ നമുക്ക് കൂട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് എപ്പോഴും വിളിച്ചാൽ ഇപ്പോൾ ഗ്രൂപ്പുണ്ട്, ഞാൻ ഇന്ന വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അറിയിക്കുന്ന പറയുമ്പോൾ അവർ ഫ്രീ ഉള്ള ആൾക്കാരെ അറിയിക്കും. അങ്ങനെ ചെയ്യുന്നതാണ്.
ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നാസർ, സക്കീർ, ഇസ്മായിൽ, നിബ്രാസ്, ഈ ഒരു ഗ്യാങ്ങാണ് ഞങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട്. അതാണ് പിന്നെ ഇവര് സിബ്ലിങ്സ് എല്ലാവരും കൂടി ഇപ്പോൾ ഇവളുടെയായാലും ഇപ്പോൾ എൻ്റെതായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡയറക്ടേഴ്സ് നമ്മൾ അങ്ങോട്ട് വിളിച്ച ആളുകൾക്ക് ഇങ്ങോട്ട് വിളിച്ചാണ് അന്വേഷിക്കേണ്ടത്, നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ നമുക്ക് പുതിയ വർക്കുകൾക്ക് നിങ്ങളെ വിളിക്കാൻ ഇറങ്ങാണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത് ആഗ്രഹിച്ച സംഭവമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് കെഞ്ചിന് പകരം ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മോട് നിങ്ങൾ അങ്ങനത്തെ സംഭവം ചെയ്യും, തന്നു കഴിഞ്ഞാൽ ചെയ്യൂലേ. അപ്പോൾ എൻ്റെ വർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിക്കും, അങ്ങനെ ചെയ്യും. ഇപ്പോൾ ആഡ് വർക്കൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ ഉള്ള ഒരുവിധം സ്ഥാപനങ്ങൾ, കോട്ടക്കുള്ള സ്ഥാപനം, ചെമ്മാടുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ശരിക്കും വർക്ക് പറഞ്ഞിട്ടുള്ള ആ വർക്കുണ്ട്. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ഫുൾ ബിസിയാണ്, വർക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെ നാടൻ സ്റ്റൈലാണ്. ഒരിക്കലും നമ്മളെ മറ്റേ എന്താ പറയുക ചെടി ഭാഷ എന്താ പറയുക സ്റ്റാൻഡേർഡ് ആ ലെവലിലേക്ക് കഴിയാണ്ടല്ല. പക്ഷെ ഞാനും പാത്തു ഞാൻ ഒരുമിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഞങ്ങൾക്ക് ഈ നാടൻ സ്റ്റൈല പറ്റുള്ളൂ. അതിപ്പോൾ പിന്നെ എക്സൈക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഭംഗി കിട്ടില്ല, ആൾക്കാർ സ്വീകരിക്കില്ല. ഇപ്പോൾ ഇതന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇത് ഓവർ ആക്ടിങ് ആണ്, ഓവർ സൗണ്ട്, ഇതിൽ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ പാത്ത് സംസാരിച്ചെങ്കിൽ പിന്നെ വീഡിയോ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ആൾ പറയുന്നത് വെറും 20% മാത്രമായിരിക്കും. അത് 20% ഇല്ല. പറഞ്ഞ ഇപ്പോൾ 1000 കമന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ അടിയിൽ തന്നെ അവരുടെ ആൾക്കാർ പറഞ്ഞില്ല, മറുപടി ആളുകൾ പറയും ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനത്തെ ഭാഗത്താണ്, ഒരിക്കലും ഭാഗത്തിന് ഒതുക്കി വേണം. തീർച്ചയായിട്ടും. അപ്പോൾ അല്ല നെഗറ്റീവ് അടിച്ച് ഒഴിവാക്കിയതല്ല, നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാക്കാറുണ്ട്. ഇങ്ങനെ സംഭവം ചെയ്തുകൊണ്ട് അത് ഇന്ന രീതി ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് അതൊക്കെ നമ്മൾ സ്വീകരിക്കും. കാരണം ഒരുപാട് പേരുണ്ട്. അത് കാരണം അത് നമ്മൾ അംഗീകരിക്കാൻ നിർബന്ധമാണ്. കാരണം ഈ പ്രേക്ഷകർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ പരസ്യങ്ങൾ അത് ചെയ്യാത്തത്. പരസ്യങ്ങൾ ആളുകൾക്ക് ബോറടിക്കും. ആളുകൾക്ക് ഇല്ല, ഞാനല്ലേ കുറച്ച് വീഡിയോ ചെയ്ത് കൊടുക്കുക, സന്തോഷം, അത് സന്തോഷിക്കുക, അത് വേണ്ടി ചെയ്യുന്നത്. സീരിയസ് കഥാപാത്രം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് തന്നെ. പക്ഷേ അത് കുറഞ്ഞ വ്യൂസ്, 100K 150K വ്യൂസ് വരുന്നുള്ളൂ. പക്ഷേ തമാശകൾ ആർക്കും, കാരണം എല്ലാവരും തമാശയുടെ കാര്യം ഒന്ന്. രണ്ടാമത് ആളുകളൊക്കെ ടെൻഷനാണ് കൂടുതൽ, ബിസി കാര്യങ്ങളൊക്കെ. എല്ലാവരും ചിരിക്കാനാണ് ആഗ്രഹം. യെസ്, അത് മാത്രം. അപ്പോൾ കൂടുതൽ പോകുന്ന രീതിയിൽ തന്നെ കൊടുക്കണം, മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ ബോർ, ഇപ്പോൾ കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ചളിടിച്ച് ചെയ്തിട്ട് കാര്യമില്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വൈകിട്ടായാലും സാധനം ഇറക്കിയിരിക്കും. പിന്നെ തീരെ കണ്ടന്റ് ഇല്ലാതാവുകയാണെങ്കിൽ ഇത് ഓൾറെഡി ബ്രേക്കായി പോവുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഇത് അവർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെയ്യുന്നതൊക്കെ ഓരോ പെണ്ണുങ്ങൾക്കും പറയാനുള്ള സംഭവമാണ്. അപ്പം അത് ചിലപ്പോൾ ഗ്രൂപ്പ് തട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇവക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ ആളുകൾക്ക് പറയാനുള്ളത് അങ്ങനെ വീഡിയോ ഒക്കെ അയച്ച് അവർ അതിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അത് ഇവരെ വീട്ടിൽ നിന്ന് കണ്ട് പറഞ്ഞുകൊണ്ട് ഇവക്കെതിരെ നെഗറ്റീവ് അടിച്ചിരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ എന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവളെ വീട്ടിലാകുമ്പോ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓൾക്കങ്ങനത്തെ പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ ഇളച്ചനായാലും ഇളച്ചി നാത്തൂന് ദൂരെയുള്ള ആളുകൾക്ക് വന്നിട്ട് പറഞ്ഞിട്ട് നേരത്തെ അവര് പറഞ്ഞ് ഒത്തിരിപ്പുണ്ടാക്കിയ ഒരു പോവാ ഒരു സമാധാനം. ഒന്നിലും ആവാൻ പറ്റാത്ത ആൾക്കാരുടെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് അങ്ങനെയല്ല, ഒന്നിലും ആവാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആൾക്കാർക്ക് നന്നാവുന്നതിനോട് താല്പര്യം ഉണ്ടാവും. സ്ത്രീകൾക്ക് ശത്രു സ്ത്രീകളാണ് കൂടുതലും, സത്യം. അത് ഇപ്പോൾ ഇവൾ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് വെക്ക് വരുന്നുണ്ട്. കാരണം ഇവളെ മെയിൻ ചെയ്യാതെ സ്കൂളിൽ നിന്ന് പോകുന്നത് മെയിൻ ചെയ്യാത്ത ആൾക്ക് ഇന്ത്യ അങ്ങനത്തെയാണ്. എപ്പോഴും പൈസ നടന് എന്താടാ നട. അപ്പോൾ അങ്ങനെ അല്ല, പുച്ഛിച്ച് പണ്ട് വെറുതെ കളിയാക്കുമല്ലോ, മമ്മൂട്ടിയെ പോകണു അങ്ങനെ നമ്മൾ കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം സെൽഫി വരെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ആ പകരം നമ്മൾ തിരിച്ച് സത്യം സന്തോഷം. ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോ വന്നെടുക്കുമ്പോൾ തന്നെ അത് സന്തോഷമല്ല, എന്നാലും ആളുകൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവാണല്ലോ. സത്യം. ഞാൻ പാത്തു ജസ്റ്റ് സെക്കൻഡാണ്, ഞാൻ 12 വർഷത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് പാത്തു ലെക്ക് ശരിക്കും ഇരിക്കാൻ ലെക്ക് അവളെ കൊണ്ട്. പക്ഷെ ലെക്ക് എന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും സത്യം പറഞ്ഞ ടാലന്റ് തന്നെ. കാരണം ആ ഒരു ഇതിൽ ചെയ്യണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ടിരിക്കും. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇന്റത് പറഞ്ഞത് നിങ്ങളതായാലും രസമുണ്ട്. കാരണം ഈ കോമഡി ചില റീൽസ് കാണുമ്പോഴേ ആ ഒരു കോമഡി സാധനം പ്രേക്ഷകരിൽ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അത് നിങ്ങൾ രണ്ടാളും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലെക്ക് മാത്രമല്ല, സ്കില്ലും കൂടിയാണ്. താങ്ക് യു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പെങ്ങളായതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ ഞാൻ ആങ്ങൾ പെങ്ങളായതുകൊണ്ട് നമുക്ക് എന്തും എങ്ങനെയും ഇനി തൊഴിലും പിടിച്ചും പ്രശ്നമില്ലല്ലോ. ചില ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതപരമായിട്ട് ഇത് ആരും അതിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തമാശകളായിട്ട് ഇങ്ങനെ ലൈഫ് കണ്ട് ആസ്വദിക്കുക. വേണ്ടാത്തവരെ നമ്മൾ അൺഫോളോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ വീണ്ടും അത്രേ ഉള്ളൂ. വേറെ അത്രേ ഉള്ളൂ. അത് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ പാത്തും ശുക്കൂറും കുഞ്ഞോനും
അതുപോലെ കുഞ്ഞുമോളും. എന്തായാലും ഷെഫ്നേൻ്റെയും നിഷാമിൻ്റെയും വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും ഇവരുടെ സംസാരത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഇന്നത്തെ തലമുറ, നമ്മളിപ്പോൾ 2025 ആണെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളും റെസ്ട്രിക്ഷൻസൊക്കെ നേരിടുന്ന പെൺകുട്ടികൾ നമ്മൾ ഈ ഒരു സമൂഹത്തിലുണ്ട്. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് മാറിക്കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അത് മാറണമെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ തന്നെ ഒരു വിഭാഗം സ്ത്രീകളും ഒരു വിഭാഗം പുരുഷന്മാർ ചിന്തിക്കണം. അത്തരത്തിൽ പുരുഷന്മാർ ചിന്തിക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരുഷനാണിത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹസ്ബൻഡിനെ കിട്ടിയ വൈഫിൻ്റെ പേരെന്തായിരുന്നു? ഷിഫ. അതുപോലെ തന്നെ ഷെഫ്നേൻ്റെ ആങ്ങളെയാണ്. അപ്പം 4 പെങ്ങന്മാരുടെ ഒരു ആങ്ങളെയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആങ്ങളമാരാവാൻ എല്ലാവരും ശ്രമിക്കുക, ഇത്തരത്തിലുള്ള പെങ്ങന്മാരാവാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ഒരു വീട്ടിൽ ഒരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയൊക്കെ കാണിക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യം അതിങ്ങനെ ഒതുക്കി വെക്കാതെ, ഇങ്ങനെ ഇവിടെ ബാക്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒതുക്കി വെക്കാതെ നമ്മളത് കുട്ടികളുടെ മുന്നിലും നമ്മളുടെ എന്താ പറയുക, നമ്മൾ വളർന്നു വരുന്ന തലമുറേൻ്റെ മുന്നിലൊക്കെ ആ സ്നേഹം കാണിക്കുക. അപ്പോഴായിരിക്കും അവർക്കും അത് കണ്ടുപഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടുപഠിച്ചതുകൊണ്ടാണ് നിഷാം ഇന്ന് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഇതിനെന്താ പറയേണ്ടത്? അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ആളുകൾക്ക് അറിയപ്പെടുന്ന പെങ്ങളുണ്ടായതുകൊണ്ടല്ലേ. അല്ല, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, എത്തിയിട്ടില്ലല്ലോ. എന്നാൽ പോലും ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി കിട്ടാനുള്ളത് വലിയൊരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക, സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പല കണ്ടന്റുകൾ ചെയ്യുന്നത്. ഇവരെ കണ്ടന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, തമാശ കൂടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ പലതിലും പല കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഓക്കെ, ആക്ഷേപഹാസ്യ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കണ്ടിരിക്കുന്ന, നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതിലടങ്ങിയ കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കി ഒരു നല്ല സമൂഹം വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ഇവരുടെ വീഡിയോസ് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിഷാമിൻ്റെ പാഷൻ പോലെ തന്നെ നിഷാമിന് ബിഗ് സ്ക്രീനിൽ ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ, കൂടെ നമ്മളെ വൈറൽ പാത്തുവിന്. അപ്പോൾ നമ്മളെ വേങ്ങരയിൽ നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം ഐഷ, TCV ന്യൂസ്.